ഇത് നോക്കൂ, വാളയാറിന് അപ്പുറത്തും ഇപ്പുറത്തും ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഇന്ത്യ മുന്നണിക്ക് രണ്ടഭിപ്രായം എന്നുള്ളതാണ് BJP പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണോ? എനിക്ക് തോന്നും, എന്നാൽ അതല്ലേ കാര്യം. ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താം, എന്നിട്ട് ഞാൻ അത് എന്തിനാണ് നടത്തുന്നതെന്ന് പറയാം. ഇവിടെ ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള ചക്കളത്തി പോരിലേക്ക് CBIനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വലിച്ചഴക്കുകയാണ്. അതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതും ശരിയാണല്ലോ. ഞാനിത് എന്തിനാന്ന് പറയാം. സുപ്രീം കോടതി കൃത്യമായി നിരവധി കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, MLA ഈസ് എ പബ്ലിക് സർവൻറ്റ്. MLA ഒരു പബ്ലിക് സർവൻ്റാണ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അഴിമതി നിരോധന നിയമപ്രകാരം. ഇവിടെ VD സതീശൻ വിദേശ രാജ്യത്ത് പോയി ഇത്തരത്തിൽ പണം പിരിച്ച് അത് അദ്ദേഹം ഇവിടെ നിയമവിരുദ്ധമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുറ്റകൃത്യങ്ങൾ വരും. ഒന്ന്, ഈ പറഞ്ഞ പോലെ SCR ആക്ട് പ്രകാരം. രണ്ട്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് അഴിമതി നിരോധന നിയമം ബാധകമാവും. നിങ്ങൾ ഒരു തോക്ക് സംഘടിപ്പിച്ചിട്ട്, ഒരു നാടൻ തോക്കല്ലേ കള്ളത്തോക്ക് സംഘടിപ്പിച്ചിട്ട് ഒരാൾ വെടിവെച്ച് കൊന്നാൽ കൊലപാതകം മാത്രമല്ല, ആംസ് ആക്ട് പ്രകാരമുള്ള ചാർജും നിങ്ങൾക്ക് വരും. അപ്പോൾ ഇവിടെ രണ്ട് ചാർജ് വരണം. ഒന്ന്, വിജിലൻസിന് അന്വേഷിക്കാവുന്ന പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമം. രണ്ട്, കേന്ദ്ര ഏജൻസിക്ക്, അത് ഏജൻസി സ്പെസിഫൈ ചെയ്തിട്ടില്ല. സെക്ഷൻ 43-ൽ ഏജൻസി സ്പെസിഫൈ ചെയ്തിട്ടില്ല. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വേണമെങ്കിൽ ഇഡിക്കും അന്വേഷിക്കാം. അപ്പോൾ ഇവിടെ VD സതീശൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അഴിമതി നിരോധന നിയമം ബാധകമാണ്. അഴിമതി നിരോധന നിയമത്തെ പറ്റി മിണ്ടുന്നില്ല, അത് ഇവർക്ക് ബാധകമല്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. അപ്പൊ കള്ളത്തോക്ക് കൊണ്ടുവന്ന് ഒരാളെ വെടിവെച്ച് കൊന്നാൽ ആംസ് ആക്ട് ആദ്യം വരും, പിന്നെയാണ് കൊലപാതകം വരിക. അപ്പോൾ ഇവർക്ക് വിദേശത്ത് പണം വന്ന കാര്യത്തിലേ താല്പര്യമുള്ളൂ. പക്ഷേ അഴിമതി നിരോധന നിയമം ഇവർക്ക് അറിയില്ല. മഹാന്മാർ, കേരളത്തിലെ വിജിലൻസിലെ മഹാന്മാർക്ക് ഈ അഴിമതി നിരോധന നിയമം ബാധകമല്ല എന്നാണ് തോന്നുന്നത്. അതിനെപ്പറ്റി അറിയില്ല അവർ. പോയി ചത്തുടടാ. അഴിമതി നിരോധന നിയമം സെക്ഷൻ 7A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ VD സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്ന് ഡയറക്ടർക്കുള്ള കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അത് തട്ടിപ്പാണെന്ന എന്റെ വാദം. അത് ഫ്രോഡാണ്, കേരള വിജിലൻസിന്റെ തട്ടിപ്പാണ് അതെന്ന് എന്റെ വാദം. അത് ചെയ്താൽ ഇത് ചെയ്യും, അതാണ് ഉഡായിപ്പെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വാളയാറിന് പുറത്ത് ഈ കേന്ദ്ര ഏജൻസിക്കെതിരെ ഒരുമിച്ച് സമരം ചെയ്യുന്നവർ വാളയാറിന് ഇപ്പുറം ഇവരുടെ ചക്കളിത്തി പോരിൽ കണക്ക് തീർക്കാൻ ഒരു കേന്ദ്ര ഏജൻസിയെ ചട്ടുകമാക്കാൻ നോക്കുകയാണ്. എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്. ഇവിടുത്തെ BJP പാർട്ടിയുടെ പ്രതിനിധി, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അദ്ദേഹം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നണിയെ ഞാൻ എന്ത് വിളിക്കണം? മലയാളത്തിലൊരു അസഭ്യമായും അത് മാറും. അത് വേണോ വേണ്ടയോ എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ BJP പാർട്ടിയുടെ പ്രതിനിധി എന്നീ ചർച്ച കഴിയുന്നവരെ ഞാൻ വിളിക്കും. കാരണം കുട്ടികളടക്കം കേൾക്കുന്ന ചർച്ചയാണ്. ആ നിലവാരത്തിലേക്ക് അത് കൊണ്ടുപോകേണ്ടെന്ന് എനിക്കുണ്ട്. മേലാൽ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ആ രീതിയിലുള്ള ഭാഷ പറഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ പേരും വക്രീകരിച്ചു കൊണ്ട് പറയും. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു പോകും. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ഈ കാര്യം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയോട് ഒടുക്കത്തെ ചിരി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കുറേയുണ്ട്. ചിരി നമ്മൾ മണ്ണ് തപ്പും. നിങ്ങളുടെ മുന്നണിയുടെ പേരും മലയാളത്തിലെ ഒരു അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും, അത് കേൾക്കേണ്ടി വരും. ഇദ്ദേഹം മാത്രമല്ല, ബാക്കി എല്ലാ നേതാക്കന്മാർക്കും നല്ലത്. ഇത് BJPയുടെ മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഇത് BJPയുടെ ഈ തോന്നിവാസം പറയുന്ന മുഴുവൻ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ എല്ലാ ചർച്ചയിലും ആ രീതിയിൽ തിരിച്ചും പറയും. അത് ഞങ്ങൾക്കത് പറയാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. കാരണം മലയാള ചാനൽ ചർച്ചകളെ വലിയ ക്യാമറാണല്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? മുന്നണിയെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. ഞങ്ങളല്ല അത് പറഞ്ഞത്, നിങ്ങളെ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞത് ദേശീയ മാധ്യമങ്ങളാ. ചോദ്യം വന്നു, എന്താണ് അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു INDA ഫോർ അലയൻസാ. നിങ്ങൾ 2 A വെക്കേണ്ടിയിരുന്നു, എന്നാൽ ഇന്ത്യ അലയൻസ് ആവുമായിരുന്നു. നിങ്ങൾ ഒരു A വെച്ചിട്ടുള്ളൂ, അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ അവസാനത്തെ അലയൻസിന് വേണ്ടിയാണ്. അപ്പൊ പത്രക്കാരൻ അത് തിരിച്ചു ചോദിച്ചു കോൺഗ്രസ് നേതാവിനോട്. അപ്പൊ അയാൾക്ക് മറുപടി ഇല്ല. നിർത്തി അവമാനിക്കുവാണെന്ന്
ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. NDA നെ എന്ത് വിളിക്കണം? ആയിക്കോട്ടെ NDA എന്നോ? ഇത് ഞങ്ങളിട്ടതല്ല, ഞങ്ങളിട്ടതല്ല, ഞങ്ങളിട്ടതല്ല. ആയിക്കോട്ടെ. ഗോപൻ ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. നിങ്ങൾ ശരി, വിഷയത്തിലേക്ക്. BJP വിളിക്കാലോ അല്ലേ? BJP ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ, നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ എന്താ സതീശൻ അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങളെ ബേജാറ് കാണുമ്പോ എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, നിങ്ങളെ ഫ്രസ്ട്രേഷനും ബേജാറും കാണുമ്പോ. അവിടെക്കട്ടെ, കള്ളപ്പന്നി ലോണ കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. Wow.